ദ ജേർണലിസ്റ്റിലേക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ചാത്തൻ മഠത്തിനെതിരെ കേരള ഹൈക്കോടതി കടുത്ത നടപടിയെടുത്ത വാർത്ത കഴിഞ്ഞ ദിവസം ദ ജേർണലിസ്റ്റ് സംപ്രേഷണം ചെയ്തിരുന്നു. ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ പ്രവർത്തിക്കുന്ന വിഷ്ണുമായ ചാത്തൻ മഠമായ കാളിയാർ മഠത്തിനെതിരെയാണ് ഹൈക്കോടതി കടുത്ത നടപടി സ്വീകരിച്ചത്. ആ മഠത്തിൻ്റെ പ്രവർത്തനം 3 മാസത്തിനകം നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതായി മനോരമ പത്രം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് അത് ശരിവെച്ചു. ഇത്തരത്തിലൊരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവിൻ്റെ പകർപ്പ് കാളിയാർ മഠത്തിൻ്റെ ഉടമകൾക്ക് അല്ലെങ്കിൽ അതിന് നടത്തിപ്പുകാർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പഞ്ചായത്തും സ്ഥിരീകരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ആ വാർത്ത കൊടുത്തത്. ആ വാർത്തയിൽ ഞാൻ കണ്ട കൗതുകം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 100 കണക്കിന് ചാത്തൻ മഠങ്ങളുണ്ടെങ്കിലും ജനങ്ങൾ ഒരു ചാത്തൻ മഠത്തിനെതിരെ ശക്തമായ പരാതിയുമായി രംഗത്ത് വരികയും പഞ്ചായത്ത് അത് മുഖവിലക്കെടുക്കാതിരിക്കുകയും ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് ഈ ജനങ്ങൾ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഈ കേന്ദ്രം 3 മാസത്തിനകം പൂട്ടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ ഒരു ചാത്തൻ മഠങ്ങൾക്കും വിഷ്ണുമായ ക്ഷേത്രങ്ങൾക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തത്. പക്ഷേ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ നിരവധി ആളുകൾ ഇതൊരു വലിയ തട്ടിപ്പ് കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബന്ധപ്പെടുകയുണ്ടായി. അതിൽ ചില അനുഭവസ്ഥർ പറയുന്നത് തങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് നിങ്ങളുടെ കാര്യസാധ്യം നടത്തിത്തരാം, ഇങ്ങനെ ഒരു ക്രിയ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആളുകളിൽ നിന്ന് പണമായിട്ട് ലിക്വിഡ് ക്യാഷായിട്ട് പണം വാങ്ങി പൂട്ടിവെച്ചിട്ട് പൂജകളെന്ന് പറഞ്ഞ് ചില ക്രിയകൾ നടത്തുകയും ഒടുവിൽ കാര്യസാധ്യം നടക്കാതാവുമ്പോൾ ഇവർ അന്വേഷിക്കുമ്പോൾ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയോ ഇവരെ പറഞ്ഞു വിടുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഉയർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കേവലം സമീപവാസികളുടെ ഒരു എതിർപ്പ് എന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ വന്ന് പറ്റിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടപാടുകളിൽ സംശയമുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ പുറത്തുണ്ട്. ഇപ്പം ഞാൻ ഈ വാർത്തകൾ ചെയ്യുമ്പോൾ ഇത് ഹിന്ദു വിശ്വാസത്തിനെതിരെയാണ്, വിഷ്ണുമായ സ്വാമിക്കെതിരാണ് അല്ലെങ്കിൽ പ്രതിഷ്ഠയ്ക്കെതിരാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. കമൻറ്റ് ബോക്സിലൊക്കെ ഈ കാളിയാർ മഠത്തിൻ്റെ ആളുകൾ വന്നിട്ട് കുറേ കമൻറ്റുകൾ അങ്ങനെ ഇട്ട് കണ്ടു. ആദ്യമേ പറയട്ടെ, ഇത് ഹിന്ദു വിശ്വാസത്തിനെതിരല്ല, വിഷ്ണുമായ എന്ന പ്രതിഷ്ഠയ്ക്കെതിരല്ല, ചാത്തൻ മഠങ്ങൾക്കെതിരല്ല, മറിച്ച് കാളിയാർ മഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ അത് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ പരാതികളുടെ ആധികാരികത തെളിയിക്കാൻ ഞാൻ ആളല്ല, മറിച്ച് ഞാൻ സമഗ്രമായൊരു അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. നിരവധി പരാതിക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ വന്ന് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. പലരും പല ചാനലുകൾക്കും പല അഭിമുഖങ്ങളും ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. പലതും പുറത്തു വന്നിട്ടില്ല. കാളിയാർ മഠത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് ആ വീഡിയോകൾ പുറത്തു വരാത്തതായിരിക്കാം, പക്ഷെ പരാതിക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ഈ കാളിയാർ മഠത്തിലേക്ക് വരുന്ന പണം അത് ലക്ഷങ്ങളാണ് ഓരോ ദിവസവും, ചിലപ്പോൾ കോടിയും കടന്നു പോയേക്കാം, നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതെല്ലാം രേഖകളില്ലാത്ത പണമാണ്. അതായത് വെറുതെ സംഭാവനയായിട്ട് നിക്ഷേപിക്കുന്ന പണമല്ല, മറിച്ച് അവിടുത്തെ നടത്തിപ്പുകാർക്ക് കയ്യിൽ കൊടുക്കുന്ന നോട്ട് കെട്ടുകളാണ്. ഇത് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ അല്ല, രേഖയില്ല. ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ കൈമാറുന്നു. ഒരു പൂജയ്ക്ക് 12,000-ഉം 15,000-ഉം ഒക്കെയാണ് ഓരോ ആളുകളിൽ നിന്ന് വാങ്ങുന്നത്. 10-100 പേര് ഓരോ ദിവസം വരുമ്പോൾ ഒരു ദിവസത്തെ വരുമാനം എത്രയാണ്? ഇതിന് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമ എന്ന് പറയുന്ന സുബീഷ് തന്ത്രി അദ്ദേഹം ടാക്സ് അടയ്ക്കുന്നുണ്ടോ? ഈ വരുന്ന വരുമാനത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തുന്നുണ്ടോ? ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടോ? അതിന് ഏതെങ്കിലും തരത്തിലുള്ള സോഴ്സ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന തരത്തിൽ പലരും ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം, ഈ പണം എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, കള്ളപ്പണം വെളുപ്പിക്കലടക്കം ഈ സ്ഥാപനത്തിൻ്റെ മറവിൽ നടക്കുന്നുണ്ടോ എന്ന പരാതികൾ വരുന്നുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. എന്തായാലും വെറുതെ ഒരു സ്ഥാപനത്തിനെതിരെ ഹൈക്കോടതി നടപടി എടുക്കില്ലല്ലോ, അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ പ്രവർത്തനം നിർത്തണം എന്ന് പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ സമഗ്രമായ അന്വേഷണം വേണം. സാമ്പത്തികമായ ഇടപാടുകൾ, ടാക്സ് വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തന്നെ ഈ സുബീഷ് തന്ത്രി എന്ന് പറയുന്ന ഇതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിനെതിരെ ചില കേസുകൾ നിലവിലുള്ളതായി ചില ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ രേഖകളടക്കം അവരുടെ പക്കലുണ്ടെന്നാണ് പറയുന്നത്. അത്തരം കേസുകളുള്ള ഒരാൾ അതുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഒരു തന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്വാമി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട് ഇമാതിരി പരിപാടികൾ നടത്തുന്നത്?
അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അനീഷ് എന്നൊരാൾക്കെതിരെയും ചില ആരോപണങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകളോട് നമ്മൾ പറയുന്നത് നിങ്ങൾ നേരിട്ട് വരൂ, തെളിവുകൾ നൽകൂ. അപ്പോൾ ഇന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു, പക്ഷേ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം പരാതികൾ ഉയരുന്ന, കോടതി നടപടി പോലും സ്വീകരിച്ച ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഇടപാടുകളും അന്വേഷിക്കണം, അത് അന്വേഷണ വിധേയമാക്കണം. അതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ള കാര്യം. പ്രധാനമായും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അന്വേഷണം നടക്കേണ്ടത്. ഏതെങ്കിലും തട്ടിപ്പിൻ്റെ ഭാഗമാണോ, കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഭാഗമാണോ ഇവിടെ നടക്കുന്ന ഇടപാടുകൾ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം പലരും പറയുന്നത് അവരുടെ പണം പോയി എന്നാണ്. അതായത് ഇവിടെ വരുന്നു, ഇപ്പോൾ അവർ പറയുന്നത് പോലെ ക്യാഷ് കൊടുത്തിട്ട് പൂജ ചെയ്യുന്നു, അതിനുശേഷം ഒരു കാര്യസാധ്യവും ഉണ്ടാകുന്നില്ല. കാര്യസാധ്യം ഉണ്ടാകുന്നില്ല എങ്കിൽ ഇങ്ങനെ ഉറപ്പുകൾ നൽകാൻ തയ്യാറാകരുത്. അപ്പോൾ അത് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന വിശ്വാസ ചൂഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അന്ധവിശ്വാസം എന്നുള്ളതല്ല. പാവപ്പെട്ട ജനങ്ങളെ അത് നടത്തിത്തരാം, ഇത് നടത്തിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വലിയ പരസ്യം കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പരസ്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ചാത്തൻ മഠമായി കണക്കാക്കുന്നത് ആവണങ്ങാട്ട് കളരിയാണ്. ആവണങ്ങാട്ട് കളരിയുടെ പരസ്യമോ അല്ലെങ്കിൽ ഫ്ലെക്സോ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം റീലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. വളരെ മാന്യമായി മുന്നോട്ട് പോകുന്ന, എൻ്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന, വിഷ്ണുവായ ചാത്തൻ്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് സ്വാഭാവികമായി നടന്നു പോകുന്ന ഒരു കളരിയാണ് എന്ന് മാത്രമല്ല, അവിടെ ബിസിനസ് അല്ല, ആത്മീയമായിട്ടുള്ള ഇടപാടുകളാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇതൊരു ബിസിനസ് എന്ന നിലയിൽ ഒരുപാട് ആളുകളെ അത് നടത്തിത്തരാം, ഇത് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പൂജയ്ക്കായിട്ട് 10,000, 15,000, 20,000 ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് ഒരാളുടെ മാസ ശമ്പളമാണ് ഈ 12,000, 15,000 എന്നൊക്കെ പറയുന്നത്, സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ തുകകൾ വാങ്ങിച്ചിട്ട് കാര്യസാധ്യമില്ലാതെ പോകുമ്പോൾ ആ ഭക്തർ അനുഭവിക്കുന്ന ഒരു വലിയ വിഷമവുമുണ്ട്. അപ്പോൾ അത്തരം വലിയ പരാതികൾ പല രീതിയിൽ കമൻ്റ് രൂപത്തിലടക്കം നമുക്ക് ലഭിച്ച സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് നമ്മളും ഒരറ്റത്ത് നിന്ന് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. പല വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്ത് ഉറപ്പാണ്. അതോടൊപ്പം ഞാൻ കേരള പോലീസിനോടും അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഒക്കെ ആവശ്യപ്പെടുന്നത് ഇവിടെ സമഗ്രമായൊരു അന്വേഷണം നടക്കണം. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൃത്യമായിട്ട്, അതിനെന്ത് മാർഗം സ്വീകരിച്ചിട്ടായാലും വേണ്ടില്ല, കൃത്യമായൊരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടന്നതിന് ശേഷം അതിലെ എന്താണ് കണ്ടെത്തൽ എന്നുള്ളത് ജനങ്ങളോട് പറയാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഒരുപക്ഷെ ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ അന്വേഷണത്തോടു കൂടി ഇവർ കുറ്റവാളികളല്ല അല്ലെങ്കിൽ ഇവർ പ്രശ്നക്കാരാണ് എന്ന വാദം തന്നെ മാറും. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. ഏതൊരു അന്വേഷണം നടക്കുന്നു, ഇവർ സാമ്പത്തികമായി ക്രമക്കേടുകളൊന്നും നടത്തുന്നില്ല, എല്ലാം എഴുതി വയ്ക്കുന്നുണ്ട്, എല്ലാം ടാക്സ് അടയ്ക്കുന്നുണ്ട്, കൃത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ ഇവർക്കെതിരെ സാമ്പത്തിക ചൂഷണം അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റവാളികളെന്ന് പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സമഗ്ര അന്വേഷണം ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടക്കണം. എനിക്ക് എന്തായാലും ദുരൂഹമായ ഒരുപാട് ലീലകൾ ഈ കേന്ദ്രവുമായി നടക്കുന്നുണ്ട് എന്ന ജനങ്ങളുടെ പരാതികൾ വളരെ ഗൗരവതരമായി തന്നെയാണ് ഞങ്ങൾ സമീപിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുക തന്നെ ചെയ്യും.